അഞ്ചാമത്തെ ശക്തിയായി ഇന്ത്യ മാറുമ്പോൾ പാകിസ്ഥാനെ വെട്ടിവീഴ്ത്താനുള്ള ഒരു മുന്നേറ്റം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന പാകിസ്ഥാൻ കുറച്ച് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ പ്രതിരോധ സുരക്ഷാ ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായ SIPRIയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ വലിയ ആണവായുധ ശേഖരമാണ് കൈവശം വെക്കുന്നത്. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യക്ക് 190 ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ശേഖരം 170 ആണവായുധങ്ങളായി കണക്കാക്കപ്പെടുന്നു. സംഖ്യകളിലെ ഈ വ്യത്യാസം വെറും 20 പോർമുനകളുടെ മുൻതൂക്കമായി മാത്രം കാണാനാകില്ല. കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ സംഭവിച്ച അടിസ്ഥാനപരമായ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ഇത്. മുൻപ് പ്രധാനമായും പാകിസ്ഥാനെ കേന്ദ്രീകരിച്ചതായിരുന്നു ഇന്ത്യയുടെ ആണവ പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഏഷ്യയിലെ ഉയർന്നു വരുന്ന മഹാശക്തിയായ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനവും അതിർത്തി തർക്കങ്ങളും ഇന്ത്യയെ കൂടുതൽ ദീർഘദൂര ആക്രമണ ശേഷിയുള്ള ആയുധ സംവിധാനങ്ങളിലേക്ക് നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. SIPRIയുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇന്ത്യയുടെ പുതിയ ആണവ ആസൂത്രണത്തിൽ ചൈനയ്ക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, കൂടുതൽ കൃത്യതയുള്ള ആക്രമണ സംവിധാനങ്ങൾ, സമുദ്രാടിസ്ഥാനത്തിലുള്ള ആണവ പ്രതിരോധ ശേഷി എന്നിവ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള പതിറ്റാണ്ടുകളായുള്ള ശത്രുതയും സുരക്ഷാ ആശങ്കകളും ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ നയത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളായി തുടരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആണവായുധങ്ങളുടെ എണ്ണം മാത്രമല്ല, അവയുടെ സാങ്കേതിക നിലവാരവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് ആഗോള സൈനിക മത്സരം പോർമുനകളുടെ എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കൃത്രിമ ബുദ്ധി, സൈബർ യുദ്ധ സാങ്കേതിക വിദ്യകൾ, സായുധ ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ തലമുറ സാങ്കേതിക വിദ്യകളാണ് ഭാവിയിലെ യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഈ മേഖലകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നതായി SIPRI റിപ്പോർട്ട് വിലയിരുത്തുന്നു. ഇതോടെ ദക്ഷിണേന്ത്യയിലെ സൈനിക മത്സരം പരമ്പരാഗത ആയുധങ്ങളിൽ നിന്നും സാങ്കേതിക മികവിലേക്കും ഡിജിറ്റൽ യുദ്ധരംഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. പ്രതിരോധ ചിലവിന്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്തരം കൂടുതൽ വ്യക്തമാണ്. 2025 ഇന്ത്യയുടെ സൈനിക ചിലവ് $92.1 ബില്യൺ എത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 8.9% വർധനവാണിത്. ഈ കണക്കുകൾ ഇന്ത്യയിലെ ലോകത്തിലെ 5ാമത്തെ വലിയ സൈനിക ചിലവിടൽ രാജ്യമാക്കി നിലനിർത്തുന്നു. അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾക്ക് പിന്നിലാണെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുടേതിനേക്കാൾ വലുതാണ്. മറുവശത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈനിക ചിലവിടുന്ന ആദ്യ 15 രാജ്യങ്ങളുടെ പട്ടികയിൽ പോലും പാകിസ്ഥാൻ ഇടം നേടിയിട്ടില്ല. ആയുധ ഇറക്കുമതിയുടെ കാര്യത്തിലും ഇന്ത്യയുടെ സ്ഥാനം ശ്രദ്ധേയമാണ്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ലോകത്തിലെ 2ാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്നു ഇന്ത്യ. ഈ കാലയളവിലെ ആഗോള ആയുധ ഇറക്കുമതിയുടെ 8.2% ഇന്ത്യയുടെ വിഹിതമായിരുന്നു. അതേസമയം 4.2% വിഹിതവുമായി പാകിസ്ഥാൻ 5ാം സ്ഥാനത്താണ്. ഈ കണക്കുകൾ ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ പദ്ധതികളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഫ്രാൻസിൽ നിന്നും റഫാൽ യുദ്ധവിമാനങ്ങൾ, റഷ്യയിൽ നിന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കയിൽ നിന്നും അത്യാധുനിക നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വലിയ തോതിൽ പ്രതിരോധ ഉപകരണങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സൈനിക വളർച്ചയുടെ മറ്റൊരു വശം ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ആണവായുധങ്ങളുള്ള 2 അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ശക്തമാകുന്നത് ദക്ഷിണേഷ്യയിലെ സ്ഥിരതയ്ക്ക് വെല്ലുവിളിയാകുമെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ചും 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രൂപപ്പെട്ട സംഘർഷാവസ്ഥയ്ക്ക് ഈ ആശങ്കകൾ കൂടുതൽ ബലം നൽകി. ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ദക്ഷിണേഷ്യയിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ സൈനിക പ്രതിസന്ധികളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സംഘർഷത്തിന്റെ പ്രത്യേകത സൈബർ യുദ്ധം നേരിട്ട് സൈനിക പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കപ്പെട്ടുവെന്നാണ്. മുൻകാലങ്ങളിൽ കരവ്യോമ നാവിക സേനകളുടെ ഏറ്റുമുട്ടലുകളായിരുന്നു പ്രധാനമായും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഇത് ഭാവിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിലയിരുത്തൽ. SIPRIയുടെ റിപ്പോർട്ട് ദക്ഷിണേഷ്യയിലെ സൈനിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും കൂടുതൽ ശക്തി ആർജിക്കുമ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാൻ പുതിയ വഴികൾ തേടുകയാണ്. ഈ സാഹചര്യത്തിൽ ആണവായുധ ശേഖരങ്ങളുടെ വർധനവും സാങ്കേതിക ആയുധ മത്സരവും പ്രദേശത്തെ സുരക്ഷാ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.